ഏപ്രിൽ 26 വോട്ട് ചെയ്ത വോട്ടർമാരിൽ 1,00,000 പേർ വയനാട് ലോക്സഭയുടെ പരിധിയിൽ ചുരുങ്ങിയത് 1,00,000 പേർ 6 മാസങ്ങൾക്കുള്ളിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ജനാധിപത്യത്തിൽ വോട്ടർമാരുടെ വില എന്താണ് എന്ന് വോട്ടർമാരുടെ വിലയേറിയ വോട്ടുകൾ വാങ്ങി ജയിക്കുന്ന ആളുകളെ ഒരുപക്ഷെ വോട്ട് ചെയ്യാതെ ജനങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളതാണ്. സമാനമായൊരു സാഹചര്യം പാലക്കാടുമുണ്ട്. അവിടെ 6 മാസം എന്നുള്ളത് ഒരു 36 മാസം എന്നുള്ളൊരു കണക്കിലേക്ക് നീളുമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. 2021 വിലയേറിയ വോട്ടുകൾ ജയിച്ചു വാങ്ങിപ്പോയ ഒരു മുന്നണിയും ഒരു പ്രസ്ഥാനവും അതിൻ്റെ സ്ഥാനാർത്ഥിയും വിജയിച്ച് MLA ആയതിനു ശേഷം പാലക്കാട് ഉപേക്ഷിച്ചു പോയി എന്നുള്ളതിൻ്റെ തീർത്താൽ തീരാത്ത ജനാധിപത്യ പക ഇവിടുത്തെ വോട്ടർമാർ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. കാരണം വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കുക എന്ന് മുന്നണികൾ പറയുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ വോട്ടിൻ്റെ മതിപ്പ് ഒരാൾക്ക് നൽകിക്കൊണ്ടാണ് അവരത് പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ പ്രകടിപ്പിച്ച ഒരാൾ 36 മാസം തികയുന്നതിന് മുന്നേ രാജിവെച്ചു എന്നുള്ളതാണ് പാലക്കാടിൻ്റെ സ്ഥിതി വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുമ്പോൾ അതിൻ്റെ പ്രായശ്ചിത്തം എന്താണ്, അതിൻ്റെ പരിഹാരം എന്താണ് എന്ന് ജനങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കും. അതിൻ്റെ പ്രതികാരം ജനങ്ങൾ നടപ്പിലാക്കും. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇന്നലെ വയനാട് കണ്ട സാഹചര്യം പോളിംഗ് ശതമാനം കുറഞ്ഞ് ജനങ്ങൾ അവരുടെ നിസ്സംഗത, താല്പര്യമില്ലായ്മ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോടും ദേശീയ നേതൃത്വത്തിൽ തന്നെ മുൻനിരയിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നതിന് താല്പര്യമെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കാടിളക്കി പ്രചരണം നടത്തി അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം എന്ന പ്രഖ്യാപിത നയം ഉണ്ടാക്കിയ ആളുകൾക്ക് വോട്ട് എണ്ണുന്നതിന് മുന്നേ തന്നെ ഭൂരിപക്ഷം 1,00,000 കുറഞ്ഞു എന്ന് അടിവരയിട്ട് പറയാവുന്ന വിധത്തിൽ ജനങ്ങൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ മത്സരിച്ച UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് മുമ്പേ മത്സരിച്ച സ്ഥാനാർത്ഥിയേക്കാൾ 1,00,000 ഭൂരിപക്ഷം കുറവായിരിക്കും എന്നുള്ളത് ഭൂരിപക്ഷം കൂട്ടാൻ വേണ്ടി 4 ആഴ്ചക്കാലം പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ UDFൻ്റെ ഈ കേരളത്തിലെ സ്വീകാര്യതയില്ലായ്മയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം പറയാൻ അറിയാത്തവരെ ജനങ്ങൾ ഇതിലും വലിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഇനിയില്ല. ജനങ്ങൾക്ക് വേണ്ടതെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാതെ ജനങ്ങൾ ഒരുപക്ഷെ UDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ ജനങ്ങൾ കഷ്ടപ്പെട്ട് ചിന്തിച്ചോളും എന്ന് വിചാരിച്ചിരിക്കുന്നിടത്താണ് UDFൻ്റെ രാഷ്ട്രീയം പരാജയപ്പെട്ടു പോകുന്നത് എന്ന് ഞാൻ 1 മാസം മുന്നേ പറഞ്ഞു. അതിൻ്റെ തെളിവിൻ്റെ പിറ്റേ ദിവസമാണ് ഇന്ന് ഈ മീറ്റ് ദ കാൻഡിഡേറ്റ് നടക്കുന്നത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി, ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിലെ കോൺഗ്രസ് അധപ്പതിച്ചു കഴിഞ്ഞു. വിലയില്ലാത്ത ആളുകളായി വോട്ടർമാരെ, ജനാധിപത്യത്തിലെ പരമാധികാരികളായ ജനങ്ങളെ കാണുന്ന കോൺഗ്രസ്സിന് ഏറ്റവും നല്ല ശിക്ഷ വയനാട് നൽകി കഴിഞ്ഞു. ഇനി പാലക്കാട്ടേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ചെയ്ത ഒരു തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുന്നത് പോലെ, പ്രതികാരം ചെയ്യുന്നത് പോലെ, പരിഹാരം കണ്ടെത്തുന്നത് പോലെ പാലക്കാട്ടെ പോളിംഗ് ശതമാനം കൂടുക തന്നെ ചെയ്യും. ഞാൻ മിനിഞ്ഞാന്ന് തന്നെ പറഞ്ഞിരുന്നു 2-3 മാധ്യമങ്ങളോട് 5% വരെ പോളിംഗ് എന്തായാലും കുറയും എന്നുള്ളത്. അത് 5% മുകളിൽ പോയി 10%-ഓളമായി എന്നുള്ളതും വോട്ടിൻ്റെ എണ്ണത്തിൻ്റെ കണക്കിൽ 1,00,000 വോട്ടുകളാണ് കുറഞ്ഞത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ ജനങ്ങളോട് പറയാനുള്ള രാഷ്ട്രീയം, ജനങ്ങളുടെ അടുത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പ്രചരണം, ഇത് രണ്ടും ഏറ്റെടുക്കാൻ മനസ്സില്ലാതെ ഗ്ലാമർ പോരാട്ടമാണ് തെരഞ്ഞെടുപ്പ് എന്ന് വിശ്വസിക്കുന്ന എലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഉസ്താദ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വേറൊരാളും ഇതുവരെ വിശേഷിപ്പിച്ച് കണ്ടിട്ടില്ല. അങ്ങനത്തെ ആളുകളെ കൊണ്ട് എലക്ഷൻ മാനേജ് ചെയ്യുന്നതിന് പകരം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതും അവരുടെ പരിഹാരങ്ങളുടെ ഭാഗമായി അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതുമുള്ള ജനാധിപത്യത്തിലെ പ്രാഥമിക പാഠമാണ് ജനങ്ങൾ പകർന്നു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ കേരളം പുലർത്തിയ ഈ നിസ്സംഗതയ്ക്ക്, അത് അപകടകരമായ ഒരു നിസ്സംഗതയാണ്, അതാണ് അതിലെ ഒരു ദുസ്സൂചന. ഇങ്ങനെ പോയാൽ ജനങ്ങൾക്ക് വേണ്ടാത്ത ഇടങ്ങളായി ജനാധിപത്യ വേദികൾ മാറിയാൽ അത് ഹൈജാക്ക് ചെയ്യപ്പെടും. അതിന് വേറെ പല തരത്തിലുള്ള അനഭിലഷണീയമായ പ്രവണതകളും കടന്നു വരും.
അപ്പോൾ അതിനെ കൂടി ചെറുക്കണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പാലക്കാട്ടെ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതിലും കൂടണം എന്നുള്ളതും അത് കൂടാൻ വേണ്ടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓരോ പ്രവർത്തകരെയും ചെന്ന് കണ്ട് പ്രചരണം ഏറ്റെടുത്ത് കഴിഞ്ഞ 4 ആഴ്ചയായി ഇപ്പോൾ ഫീൽഡിൽ നിൽക്കുന്നത് എന്നും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.